അലീമാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ട് കടയിൽ നിന്നും വാങ്ങേണ്ട ആവശ്യമില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിനി റാഫലോ കേക്കും ബോണ്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കാം. വളരെ സിമ്പിളാണ്. വെറും 18-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. ഈ ഒരു തേങ്ങ വെച്ചിട്ടാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കുന്നത്. അത്ര അധികം ഉണങ്ങിയ തേങ്ങയല്ല. തേങ്ങയെ ഞാൻ രണ്ടായി പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചിരട്ടയിൽ നിന്നും തേങ്ങ മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അമ്മിക്കുട്ടി എടുത്തിട്ട് തച്ചുടക്കുകയാണ് ചെയ്യുന്നത്, ഇതേപോലെ കേട്ടോ. അങ്ങനെ പൊട്ടി വരുമ്പോൾ ഒരു പീസ് പൊട്ടി വന്നിട്ടുണ്ട്. ശേഷം കത്തി ഉപയോഗിച്ചിട്ട് ഈ ചിരട്ടനെ ഒന്ന് മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേറെ വഴി അറിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതാണ് സിമ്പിളായിട്ടുള്ള വഴി. അപ്പോൾ ബാക്കിയുള്ളതും അതേപോലെ തന്നെ തച്ചുടച്ച് ചെയ്യാൻ പോവാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ചിരട്ടയിൽ നിന്നും തേങ്ങയെ വേർപെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നോക്ക്, തേങ്ങ ചിരട്ടയിൽ നിന്നും ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. തൊലി കളഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ബ്രൗണിഷ് ഒന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ. പക്ക പെർഫെക്റ്റ് വൈറ്റ് ആയിരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ തേങ്ങയൊക്കെ അതിൻ്റെ ബ്രൗണൊക്കെ കളഞ്ഞിട്ടെടുക്കുക എന്നാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ചെറിയ പീസ് പോലും ഞാൻ വിട്ടിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടണം കേട്ടോ. ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്തതിന് ശേഷം കഴുകി ഉണങ്ങിയൊരു തുണി കൊണ്ട് തുടച്ചെടുക്കുക. വെള്ളത്തിൻ്റെ നനവുണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, തേങ്ങാപ്പീസിനൊക്കെ ഞാൻ കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നേരെ പീസസായിട്ട് മുറിക്കുകയാണ് വേണ്ടത്. വളരെ ഭംഗിയായിട്ട് ആ കർമ്മം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എത്രത്തോളം നേർക്കണം എന്ന് വെച്ചാൽ ഇത്രയും നേർത്താൽ മതിയാവും. ഇനി നമുക്കിതിനെ മിക്സിയിലോട്ട് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. ശേഷം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് കാണിച്ചു തരാം. വല്ലാതെ കണ്ട് അരഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഇത്രയും മതി. ഈ പരുവത്തിലാവുന്നത് വരെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ബട്ടണിലിട്ട് വേണം കേട്ടോ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങ അങ്ങനെ റിവേഴ്സ് ബട്ടണിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നോക്ക്, ഇത്ര മതി കേട്ടോ. ഇനി ചെയ്യാനുള്ളത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക എന്നുള്ളതാണ്. ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ശേഷം നമ്മുടെ തേങ്ങ ഇതിലേക്കൊന്ന് തട്ടി കൊടുക്കുക. തേങ്ങ നോക്ക് ഒന്നിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെയാണുള്ളത്. നമുക്ക് വറുത്തെടുക്കുമ്പോൾ അതൊന്ന് ശരിയായിക്കോളും. വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ നമ്മുടെ വൈറ്റ് കളറൊന്നും മാറിപ്പോവും, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷമുള്ളതാണ്. ഒറ്റയായിട്ട് നമ്മുടെ തേങ്ങ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ബാക്കി ഒരു 10 മിനിറ്റിന് ശേഷം കൂടി നമ്മുടെ തേങ്ങ ഒന്ന് ശരിയായിക്കോളും കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കണം. കൈ വെക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം, കത്തിപ്പോകാൻ പാടില്ല. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തേങ്ങയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നിനോട് ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ പെർഫെക്റ്റ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് തന്നെയാണ് കേട്ടോ. നോക്ക്, നിങ്ങൾക്കിനി റാഫലയും ബോണ്ടിയും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.